മെസൊപ്പൊട്ടേമിയയിലെ ഊർ എന്ന സമ്പന്നമായ ഒരു നഗരത്തിലാണ് അവർ താമസിച്ചിരുന്നത്. അബ്രാമും ഭാര്യ സാറായിയും. പ്രശ്നം. ഒരു ദിവസം കർത്താവ് അബ്രാമിനോട് സംസാരിച്ചു. കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ ദേശത്തു നിന്നും ബന്ധുക്കളിൽ നിന്നും പിതാവിന്റെ ഭവനത്തിൽ നിന്നും ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ പേര് വലുതാക്കുകയും ചെയ്യും. അബ്രാഹാം, കർത്താവേ, ഞാൻ വൃദ്ധനാണ്, സാറായിക്ക് കുട്ടികളില്ല, ഈ സംഗീതകാലത്ത് എനിക്ക് എങ്ങനെ ഒരു വലിയ ജനത ഉണ്ടാകാൻ കഴിയും? അബ്രാം സംശയിച്ചില്ല, അവൻ കർത്താവിൽ പൂർണ്ണമായും വിശ്വസിച്ചു. വാർദ്ധക്യത്തിലും അവൻ തന്റെ ഭാര്യ സാറായിയെയും അനന്തരവൻ ലോത്തിനെയും അവരുടെ എല്ലാ സ്വത്തുക്കളെയും കൂട്ടി കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. അത് ദീർഘവും ദുഷ്കരവുമായ ഒരു യാത്രയായിരുന്നു, പക്ഷേ അബ്രാഹാമിന്റെ വിശ്വാസം ഉറച്ചതായിരുന്നു. കുറച്ചു കാലത്തിനു ശേഷം അബ്രാമും സാറായിയും കനാൻ ദേശത്ത് താമസമാക്കി. വർഷങ്ങൾ കടന്നുപോയി. അവർക്ക് ഇപ്പോഴും കുട്ടികളില്ല. അബ്രാമിന് 99 വയസ്സുള്ളപ്പോൾ കർത്താവ് അവന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവൻ അബ്രാമിന്റെ പേര് അബ്രഹാം എന്നും അനേകജാതികളുടെ പിതാവായ അബ്രഹാം എന്നും സാറായിയുടെ പേര് എല്ലാവരുടെയും രാജകുമാരിയായ സാറ എന്നും മാറ്റി. കർത്താവ് അവനോട് അരുളിച്ചെയ്തു, അബ്രഹാമേ, നിന്റെ ഭാര്യയായ സാറ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. നീ അവന് യിസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ സന്തതികളോടും എന്റെ നിയമം സ്ഥാപിക്കും. അബ്രഹാം, കർത്താവേ, എന്റെ പ്രായവും സാറയുടെ പ്രായവും നോക്കുക, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഒരു ദിവസം അബ്രഹാം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ 3 പുരുഷന്മാർ നിൽക്കുന്നത് അവൻ കണ്ടു, കർത്താവും 2 ദൂതന്മാരും. അവൻ ഓടിച്ചെന്ന് അവരെ അഭിവാദ്യം ചെയ്തു. സാറ അവർക്കുവേണ്ടി അപ്പം ചുട്ടു. അബ്രഹാം ഒരു കാളക്കുട്ടിയെ അറുത്ത് ഒരു വിരുന്നൊരുക്കി. അവർ ഭക്ഷണം കഴിച്ചതിനുശേഷം ദൂതന്മാരിൽ ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ സാറ എവിടെ? അബ്രഹാം അവളുടെ കൂടാരത്തിലാണ്. കർത്താവിന്റെ ദൂതൻ, ഞാൻ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ ഭാര്യ സാറായ്ക്ക് ഒരു മകൻ ജനിക്കും. തിരശ്ശീലയ്ക്ക് പിന്നിൽ കേട്ടുകൊണ്ടിരുന്ന സാറ സ്വയം ചിരിച്ചു. സാറ, ഞാൻ വൃദ്ധയായി, എന്റെ ഭർത്താവ് വൃദ്ധനാണ്. ഇപ്പോൾ എനിക്ക് സന്തോഷം ലഭിക്കുമോ? കർത്താവിന്റെ ദൂതൻ, സാറ ചിരിക്കുന്നത് എന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? നിശ്ചയിച്ച സമയത്ത് ഞാൻ മടങ്ങിവരും. അപ്പോൾ സാറായ്ക്ക് ഒരു മകൻ ജനിക്കും. സാറ ഭയന്ന് ചിരിച്ചില്ല. കർത്താവേ, ഞാൻ ചിരിച്ചില്ല. ദൂതൻ ചിരിച്ചില്ല. സാറായുടെ ഹൃദയത്തിലെ ചിരിയും അവളുടെ സംശയവും കർത്താവ് അറിഞ്ഞു. കർത്താവിന്റെ വചനം കേട്ടപ്പോൾ അവൾ ഭയപ്പെട്ടു. എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസം സാറയെ ശക്തിപ്പെടുത്തി. കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ ചെയ്തു. കർത്താവ് സാറയോട് കൃപ കാണിച്ചു. അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ സാറ ഒരു മകനെ പ്രസവിച്ചു. കർത്താവിന്റെ വചനമനുസരിച്ച് അബ്രഹാം അവന് യിസ്ഹാക്ക് എന്ന് പേരിട്ടു. യിസ്ഹാക്ക് എന്നാൽ ചിരി എന്നാണ് അർത്ഥമാക്കുന്നത്. വിശ്വാസം എന്താണെന്ന് അബ്രഹാമും സാറയും അവരുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. 90 വയസ്സിൽ സാറ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. 100 വയസ്സിൽ അബ്രഹാം ഒരു പിതാവായി. അവരുടെ ശരീരങ്ങൾക്ക് കുട്ടികളുണ്ടാകാനുള്ള സ്വാഭാവിക കഴിവ് നഷ്ടപ്പെട്ടെങ്കിലും അവരുടെ വാഗ്ദാനം നൽകിയ കർത്താവ് വിശ്വസ്തനാണെന്ന് അവർ പൂർണ്ണമായി വിശ്വസിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, അബ്രഹാമിനെയും സാറയെയും പോലെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ളതോ അസാധ്യമോ ആയി തോന്നിയാലും നാം വിശ്വാസത്തോടെ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ മുറുകെ പിടിക്കണം. കർത്താവ് അബ്രഹാമിന് നൽകിയ വാഗ്ദാനം പാലിച്ചെങ്കിൽ അവൻ നിങ്ങളോടും വിശ്വസ്തനായിരിക്കും.